ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തല്ലോ. സൂമിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേക അത്ഭുതമായി നമ്മുടെ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്ലാസ്സുകളിലേക്ക് ഹാർദവമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷയം ദ റിഡംഷൻ പ്ലാൻ ഓഫ് ഗോഡ് ത്രൂ ദി ബിബ്ലിക്കൽ ഏജസ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതായ പേര്. വേദപുസ്തക യുഗങ്ങളിൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി, അതാണ് നമ്മുടെ പഠന വിഷയം. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ളതായ വേദപുസ്തക യുഗത്തിൽ വിവിധ കാലയളവുകളിൽ കർത്താവിന്റെ അല്ലെങ്കിൽ ദൈവമായ യഹോവയുടെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷയം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം അതിന്റെ ഉദ്ദേശത്തോടുകൂടി കടന്നു വരുവാനായിട്ടിടയായിട്ട് തീർന്നല്ലോ. കഴിഞ്ഞ ദിവസം നാം പഠിച്ചതായ വിഷയം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശമാണ്. പലതും നമ്മൾ കേട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതല്ല വേദപുസ്തകത്തിന്റെ ശരിയായിട്ടുള്ള സ്ഥിതി എന്ന് നമുക്ക് ഇതിനോടകം തന്നെ പല ഉദാഹരണങ്ങൾ കൂടെ നാം പഠിക്കുവാനിടയായി. അതുപോലെ തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശവും നാം കഴിഞ്ഞ ദിവസം ചിന്തിപ്പാനായിട്ട് ദൈവം സഹായിച്ചത്. 6 ഉദ്ദേശങ്ങളാണ് പ്രധാനമായും മനുഷ്യ സൃഷ്ടിയോടുള്ളതായ ബന്ധത്തിൽ ദൈവത്തിന് ഉണ്ടായിരുന്നതായ ഉദ്ദേശമെന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് ദൈവം സഹായിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സ്ക്രീൻ കാണാമെന്ന് കരുതുന്നു. ഓക്കെ, ഞാനത് റിപ്പീറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒടുവിൽ നാം ചിന്തിച്ച് നിർത്തിയതായ വിഷയം മാത്രം ഒന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നിട്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കുവാനാണ് ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നത്. ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ 6ാമത്തെ ഉദ്ദേശം തന്റെ പ്രിയപുത്രനായ കർത്താവിന് ഒരു കാന്തയെ ആവശ്യമുണ്ടായി. തന്റെ സൃഷ്ടികളിൽ ഒന്നിലും അതിന് യോഗ്യമായ ഒന്നിനെ കാണാത്തത് കൊണ്ട്, കണ്ടെത്തുവാൻ കഴിയാതിരുന്നത് കൊണ്ട്, തൻ്റെതായ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഒരു സൃഷ്ടിയെ സൃഷ്ടിച്ചാക്കിയിട്ട് അതിനെ തനിക്ക് അനുയോജ്യമായി തൻ്റെ മകന്റെ യോഗ്യതയ്ക്കനുസരിച്ച് അതിനെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാനായിട്ടായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ 6ാമത്തെ ഉദ്ദേശമായി നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായി തീർന്നത്. പക്ഷേ ആ യോഗ്യതയിലേക്ക് വരുന്നതിന് മുമ്പ് മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൈവം പറഞ്ഞതനുസരിക്കാതെ മാറിപ്പോകുവാനായിട്ടിടയായിട്ട് തീർന്നു. തന്നെ സൃഷ്ടിച്ചാക്കിയതായ ആ പൊസിഷനിൽ നിന്ന് മനുഷ്യൻ മാറ്റപ്പെട്ടത് കൊണ്ട് തന്റെ സൃഷ്ടികളെ ഒന്നിനെയും നശിപ്പിക്കുവാനോ അത് നാശത്തിലേക്ക് പോകുന്നത് കാണുവാനോ ഇഷ്ടപ്പെടാത്തതായ സൃഷ്ടിതാവാം ദൈവം ആ സ്വസ്ഥാനത്ത് നിന്ന് വീണുപോയതായ തന്റെ സൃഷ്ടിയെ തന്റെ എന്തിനു വേണ്ടിയാണോ അതിനെ സൃഷ്ടിച്ചത് ആ ഉദ്ദേശത്തിലേക്ക് മടക്കി വരുത്തുവാനുള്ളതായ പദ്ധതി രൂപീകരിക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. ആ പദ്ധതിയാണ് വീണ്ടെടുപ്പ് അഥവാ റിഡംഷൻ എന്ന് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നത്. ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ദൈവം ഉദ്ദേശിച്ചതായ ആ ആക്ച്വൽ പൊസിഷനിൽ നിന്ന് തന്റെ സൃഷ്ടി എന്ത് ചെയ്തു? ആ ഉദ്ദേശത്തിൽ നിന്ന് വീണുപോകുവാനായിട്ടിടയായി.
വീണുപോയെങ്കിൽ പോട്ടെ, ഞാൻ വേറൊന്നിനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വേറൊന്നിനെ സൃഷ്ടിക്കാം എന്ന് ദൈവം കരുതിയില്ല. കാരണം ദൈവത്തിന്റെ സ്വഭാവം അതല്ലായിരുന്നു. അതുകൊണ്ട് ആ വീണുപോയതിനെ തന്നെ അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക്, ഏതിനു വേണ്ടി അതിനെ ഉദ്ദേശിച്ചുവോ ആ ഉദ്ദേശത്തിലേക്ക്, അതിന്റെ ഒറിജിനൽ പദവിയിലേക്ക് അതിനെ മടക്കി വരുത്തുവാൻ ദൈവം പദ്ധതി ഇണക്കി. ആ പദ്ധതിയുടെ വിവിധ രൂപങ്ങളാണ്, അല്ലെങ്കിൽ പദ്ധതിയുടെ പ്രോഗ്രഷനാണ് നമുക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണുവാൻ കഴിയുന്നത്. അതാണ് വേദപുസ്തകത്തിന്റെ ചുരുക്കം. ഇൻ കേസ് മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ വീണുപോയില്ലായിരുന്നു എങ്കിൽ ഒരു വീണ്ടെടുപ്പിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു ഈ നമ്മുടെ കയ്യിലിരിക്കുന്നതായ വേദപുസ്തകത്തിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു. വേദപുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ആ വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയെക്കുറിച്ച്, വീണ്ടെടുപ്പിന്റെ പദ്ധതിയെക്കുറിച്ച് പറയുന്നതാകുന്നത് കൊണ്ട് നാം വേദപുസ്തകത്തിന്റെ ഒന്നാമത്തെ പുസ്തകം മുതൽ അവസാന പുസ്തകം വരെയുള്ളതായ ദൈവിക പദ്ധതിയെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. അല്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, വചനത്തെ സംബന്ധിച്ച് കൃത്യമായ അറിവ് നമുക്കില്ല എങ്കിൽ എവിടെ വെച്ചെങ്കിലും തെറ്റിപ്പോകുവാനായിട്ടിടയായിട്ട് തീരും. അതിന് കൃത്യമായ വഴി, ആ വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയിലേക്കുള്ളതായ കൃത്യമായ വഴി മനസ്സിലാക്കേണ്ടതിന് ദൈവം നമുക്ക് അവിടെ മുന്നറിയിപ്പുകൾ തന്നിട്ടുണ്ട്. അവിടെ ചൂണ്ടുപലകകൾ വെച്ചിട്ടുണ്ട്. അവിടെ അപ്പോഴപ്പോൾ ലഭിക്കുന്നതായ അരുളപ്പാടുകളുണ്ട്. വഴി തെറ്റിപ്പോകാതിരിക്കുവാനുള്ളതായ അറിയിപ്പുകളുണ്ട്. ഇതൊക്കെ ശ്രദ്ധയോടുകൂടെ നോക്കിയും ശ്രദ്ധിച്ചും കേട്ടും മനസ്സിലാക്കിയും മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഒരു ദീർഘ ദൂരയാത്രയ്ക്ക് പോകണമെങ്കിൽ വഴിയിൽ കാണുന്നതായ എല്ലാ സൈൻ ബോർഡും നമ്മൾ ശ്രദ്ധിക്കണം. അതിനെ കുറിച്ചുള്ളതായ സിഗ്നലുകൾ നാം മനസ്സിലാക്കണം. ആ വഴിയുടെ ടേണിങ്ങുകൾക്ക് മാറിപ്പോകുവാൻ ഇടയില്ലാത്തതായ വിധത്തിൽ കാണുന്നതായ സകല ഇൻഡിക്കേഷനും നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ശരിയായ ഡെസ്റ്റിനേഷനിൽ എത്തുകയുള്ളൂ. എന്നതുപോലെ തന്നെയാണ് ആത്മീക ജീവിതം എന്ന് പറയുന്നത്. ഒരു നീണ്ട യാത്രയാണ്. ആ യാത്രയുടെ അവസാനം നാം എത്തിച്ചേരേണ്ടതായ ആ നിത്യതയുടെ പടിവാതിലിൽ നാം എത്തിച്ചേർന്നേ മതിയാകുകയുള്ളൂ. ഇല്ല എങ്കിൽ ആ തന്നിരിക്കുന്നതായ ഇൻഡിക്കേഷനും അതുപോലെയുള്ളതായ മുന്നറിയിപ്പുകളും ശ്രദ്ധിച്ച് തിരുവചന പ്രകാരം മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വഴിതെറ്റുവാനായിട്ടിടയായിട്ട് തീരും. എന്നുള്ളത് കൊണ്ടാണ് വേദപുസ്തക പഠനം വളരെ വളരെ അനിവാര്യമായി തീരുന്നത്. അടുത്ത ടോപ്പിക്കിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു നിർത്തിയപ്പോൾ പറഞ്ഞു, ദൈവം തന്റെ സൃഷ്ടിയുടെ പിന്നിൽ ദൈവത്തിന്റെ ആ മഹത്തായ ലക്ഷ്യമുണ്ടായിരുന്നു. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയപ്പോ ദൈവം ഉദ്ദേശിച്ചതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം മനുഷ്യനിൽ കൂടെ സകല സൃഷ്ടികളും സൃഷ്ടിതാവിനെ മനസ്സിലാക്കണം. സൃഷ്ടിതാവിനെ മനസ്സിലാക്കേണ്ടതിനു വേണ്ടി ഏദൻ തോട്ടത്തിൽ തന്നെ അതിന്റെ ഒരു വലിയ സാമ്പിൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് ഏദൻ തോട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 20, 29, 30 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിൽ എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയം ഇവിടെയുണ്ട്. ഇന്ന് നാം കാണുന്ന, ലോകത്തിൽ കാണുന്ന പരസ്പരമുള്ളതായ ആക്രമണങ്ങളും പരസ്പരമുണ്ടാകുന്നതായ കൊലപാതകങ്ങളും, അത് മനുഷ്യൻ ജന്തുക്കളെ കൊന്നാലും ജന്തുക്കൾ മനുഷ്യനെ കൊന്നാലും മനുഷ്യൻ മനുഷ്യരുമായിട്ടുള്ളതായ ആ ആക്രമണ സ്വഭാവമായാലും എവിടെയും നാം കാണുന്നത് ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് തീർത്തും വിഭിന്നമായ കാര്യമാണ്. ഏദൻ തോട്ടത്തിൽ സമ്പൂർണ്ണ സമാധാനവും സ്വസ്ഥതയുമാണ് ദൈവം കൽപ്പിച്ചാക്കിയത്. അതിന് ദൈവം എന്താ ചെയ്തത്? മനുഷ്യന്റെ ആഹാരം ക്രമീകരിക്കുവാനായിട്ടിടയായി.
എന്താണ് മനുഷ്യന് കൊടുത്തതായ ആഹാരം? ഏദൻ തോട്ടത്തിൽ മനുഷ്യന് മാത്രമല്ല സകല ജന്തുക്കൾക്കും, സിംഹമായാലും കാളയായാലും പുലിയായാലും കാട്ടുപോത്തായാലും എല്ലാ മൃഗങ്ങൾക്കും മനുഷ്യനുൾപ്പെടെ കൊടുത്ത ആഹാരമെന്ന് പറയുന്നത് ഫലം കായ്ക്കുന്നതായ സകല വൃക്ഷങ്ങളും അതിന്റെ വിത്തുള്ളതായ ഫലങ്ങളുമാണ്. അതായത് ഏദൻ തോട്ടത്തിൽ ഒന്നിനെ മറ്റൊന്ന് ആക്രമിക്കേണ്ടാത്തതായ വിധത്തിൽ, ഒന്ന് മറ്റൊന്നിന് ആഹാരമായി, ഒരു ജന്തു മറ്റൊരു ജന്തുവിന് ആഹാരമായി തീരണ്ടാത്തതായ വിധത്തിൽ സകല മൃഗങ്ങൾക്കും മനുഷ്യനും ദൈവം എന്താ കൊടുത്തത്? സസ്യമാഹാരമായി കൊടുക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ച് അവൻ ആടിനെ അറുക്കേണ്ട കാര്യമില്ല, അവന് ഒരു മൃഗത്തെ ഇറക്കേണ്ട കാര്യമില്ല, സിംഹത്തിന് കാളയെ കണ്ടു കഴിഞ്ഞാൽ അതിനെ കൊല്ലേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോ ഒരു ഹിംസയ്ക്കും വഴിയില്ലാത്തതായ വിധത്തിലാണ് ഏദൻ തോട്ടത്തിലെ സൃഷ്ടിപ്പ്. അതുകൊണ്ട് തന്നെ സകല മൃഗങ്ങളും സമാധാനപൂർണമായിട്ടാണ് ഏദൻ തോട്ടത്തിൽ വസിച്ചിരുന്നത്. അവിടെ ആക്രമണമില്ല, രക്തച്ചൊരിച്ചിലില്ല, അസമാധാനതയില്ല, അസന്തുഷ്ടിയില്ല. എന്തു വേണമെങ്കിലും ഭക്ഷിക്കാം. എന്താ ഭക്ഷിക്കേണ്ടത്? കൊടുത്തിരിക്കുന്നത് സസ്യങ്ങളും വിത്തുള്ളതായ ഫലങ്ങളുമാണ്. എപ്പോഴും ആ ഫലം നിറഞ്ഞിരിക്കുന്നതായ വൃക്ഷങ്ങൾ, രുചികരമായ ഫലങ്ങൾ എപ്പോഴും ഭക്ഷിക്കത്തക്കതായ വിധത്തിൽ ദൈവം അവിടെ സൃഷ്ടിച്ചാക്കുകയാണ്. ഇതായിരുന്നു ദൈവത്തിന്റെ ഭൂമിയെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ വിഭാവനം. പക്ഷെ എന്താ സംഭവിച്ചത്? ആ ഘടനയ്ക്ക് മാറ്റം വരുവാനിടയായി. ദൈവത്തിന്റെ സാന്നിധ്യം ആ ഏദൻ തോട്ടത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. എപ്പോ? മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോ. അതുകൊണ്ട് തന്നെ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ ഈ ഘടനയ്ക്ക് വ്യത്യാസം വന്നു. പക്ഷേ നോഹയുടെ കാലം വരെ ഇത് തന്നെയായിരുന്നു, ഈ പ്രോസസ് തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നോഹയുടെ വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് മനുഷ്യന്റെ ആഹാര രീതിക്ക് ദൈവം മാറ്റം വരുത്തിയത്. മനുഷ്യനല്ല മാറ്റം വരുത്തിയത്, ദൈവമാണ് മാറ്റം വരുത്തിയത്. അതുകൊണ്ട് സസ്യഭുക്കായി തന്നെ ഇരിക്കുവാനായിട്ട് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാലത്തിന്റെ ഗതി മാറിയപ്പോ, അന്തരീക്ഷത്തിന്റെ സ്ഥിതി മാറിയപ്പോ, സ്ട്രക്ചർ മാറിയപ്പോ ദൈവം തന്റെ നിയമത്തിന് വ്യത്യാസം വരുത്തുകയാണ്. നോഹയുടെ കാലം വരെ സകലത്തിനും സസ്യങ്ങളാണ് ഭക്ഷിക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചിരുന്നതെങ്കിൽ നോഹയുടെ വെള്ളപ്പൊക്കത്തിന് ശേഷം ജന്തുക്കൾ ആഹാരമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവം മനുഷ്യനെ മാംസം കഴിക്കുവാനുള്ള ക്രമീകരണം വരുത്തി. അവന്റെ ശരീര ഘടനയ്ക്ക് വ്യത്യാസം വന്നു, അവന്റെ ഉദരത്തിന് വ്യത്യാസം വരുത്തി. എല്ലാം ദൈവത്താലാണ് സംഭവിച്ചത്. ഞാൻ പറഞ്ഞു വന്ന എന്റെ സാരമെന്തെന്ന് ചോദിച്ചാൽ, ഇനിയും വരുവാനിരിക്കുന്നതായ ലോകത്തിലും, അതായത് വരുവാനിരിക്കുന്ന ലോകത്തിന്റെ ഈ ആഡമിക് വേൾഡിന്റെ ഒരു സാമ്യം അല്ലെങ്കിൽ ഒരു ഈക്വൽ സ്റ്റാറ്റസ് ആണ് നമുക്ക് വരുവാനിരിക്കുന്നതായ മില്ലേനിയം അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ചയിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ആ സഹസ്രാബ്ദ വാഴ്ചയിലെ അനുഭവം എന്തായിരിക്കുമെന്ന് വേദപുസ്തകം നമുക്ക് അറിവ് തരുന്നുണ്ട്. ആ വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. പ്രവാചകനായ യെശയ്യാവ് ആ കാര്യത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. 65-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാളയെന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ പ്രവാചകനായ യെശയ്യാവ് എഴുതിയിരിക്കുന്നതായ ഈ കാര്യമെന്ന് പറയുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് ശേഷം കർത്താവ് യെരുശലേം ആസ്ഥാനമാക്കി സിംഹാസനം വെച്ച് ഭൂമിയെ ഭരിക്കുമ്പോൾ, യെരുശലേം തലസ്ഥാനമാക്കി ഭൂമിയെ ഭരിക്കുമ്പോൾ, അന്ന് ഭൂമി ആദമിക്കില്ല വേൾഡായിട്ട് മാറ്റപ്പെടും. അതായത് ഏദൻ തോട്ടത്തിൽ ദൈവം എന്താണോ വിഭാവനം ചെയ്തത് അത് തന്നെയായിരിക്കും ഭൂമി മുഴുവനും സംഭവിക്കുവാൻ പോകുന്നത്. അവിടെ എന്തായിരിക്കുമെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ചെന്നായും കുഞ്ഞാടും
ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവിടെ വിശുദ്ധ പർവ്വതം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, പർവ്വതത്തിന് പല അർത്ഥങ്ങൾ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. പർവ്വതത്തിന്റെ ഒരർത്ഥം എന്ന് പറയുന്നത് രാജ്യമെന്ന, രാജ്യങ്ങളെ സംബോധന ചെയ്യുന്നത് പർവ്വതങ്ങളായി നമുക്ക് വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിലും കാണുവാൻ കഴിയും. എന്റെ വിശുദ്ധ പർവ്വതമെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ രാജ്യമാണ്. വിശുദ്ധ രാജ്യം എന്ന് പറയുന്നത് ആ സഹസ്രാബ്ദ വാഴ്ചയിൽ കർത്താവ് ലോകം ഭരിക്കുമ്പോ ലോകത്ത് പാപത്തിന്റെ അംശമൊന്നും കാണുകയില്ല, ശത്രുത കാണുകയില്ല, ഭയം കാണുകയില്ല, ഹിംസ കാണുകയില്ല, രക്തച്ചൊരിച്ചിൽ കാണുകയില്ല. മൃഗങ്ങൾ തമ്മിലും മനുഷ്യനും മൃഗവും തമ്മിലും സാഹോദര്യ ബന്ധത്തിൽ, സ്നേഹത്തിൽ, സഹവർത്തിത്വത്തിൽ വസിക്കും എന്നുള്ളതാണ് ദൈവത്തിന്റെ ഒരു സ്വഭാവമാണത്. ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ദൈവം സമാധാനകാംക്ഷിയാണ്. ദൈവത്തിന്റെ ജനത്തിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നതും ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മിൽ എപ്പോഴും എന്തുണ്ടായിരിക്കണം? ഒരു ദൈവ പൈതലാണെങ്കിൽ നാം സമാധാനകാംക്ഷിയായിരിക്കണം, നാം സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം, സമാധാനം കെടുത്തുന്നവരായിരിക്കരുത്. കർത്താവ് സ്വർഗീയ പൗരത്വ യോഗ്യതകളെ കുറിച്ച് പറയുമ്പോ 12 ഭാഗ്യവാന്മാരെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നതായ ഒരു കാര്യം ഇങ്ങനെയാണ്: സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കുന്നവർ. അപ്പോ ഇല്ലാതിരിക്കുന്ന ഇടത്ത് ഒന്ന് നാം സ്ഥാപിക്കുകയാണ്. ഈ ലോകത്ത് സമാധാനം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ വിരളമായി മാത്രമേ നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. പക്ഷെ അവിടെ ഒരു ദൈവ പൈതൽ എന്നുള്ളതായ നിലയ്ക്ക് നാം സമാധാനം ഉണ്ടാക്കുന്നവരാകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവരാരെന്ന് വിളിക്കപ്പെടും? ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ സമാധാനം വേണം, നമ്മുടെ നമ്മുടെ സഭകളിൽ സമാധാനം ഉണ്ടായിരിക്കണം, നാം പാർക്കുന്നതായ ദേശത്ത് നാം മുഖാന്തരം സമാധാനം ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതിനാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, ഈ ലോകം തരുന്നത് പോലെയില്ല, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിന് സമാധാനം എന്ന് പറയണം. ആ പറയുന്നതായ സമാധാനം വസിപ്പാൻ ആ ഭവനം യോഗ്യമാണെങ്കിൽ നാം പറയുന്നതായ സമാധാനം ആ ഭവനത്തിൽ വസിക്കുവാനിടയാകും. അപ്പോ വി ഷുഡ് ബി കാരിയേഴ്സ് ഓഫ് പീസ് എന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മൾ സമാധാനം വഹിക്കുന്നവരായിരിക്കണം. കർത്താവ് നമുക്ക് സമാധാനം തന്നിട്ടുണ്ടെങ്കിൽ ആ സമാധാനം വഹിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം ക്രമീകരിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ അനേക ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനായിട്ടിടയായിട്ട് തീരും. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ഏദൻ തോട്ടത്തിൽ സൃഷ്ടി നടത്തിയപ്പോ മനുഷ്യനോട് പറഞ്ഞു, ഈ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലവും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തിന്നാം. പക്ഷേ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം, അതായത് നന്മതിന്മകളെ കുറിച്ചുള്ളതായ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം അവരോട് പറഞ്ഞു. പലരും ചോദിച്ചത് കേട്ടിട്ടുണ്ട്, ഞാനും അങ്ങനെ ചോദിച്ചിട്ടുള്ള ആളാണ്. പലരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് കഴിയുന്നത്. എന്താണ്? മനുഷ്യൻ ഭക്ഷിക്കുമെന്ന് അറിയാമായിരുന്നു എങ്കിൽ ദൈവം എന്തുകൊണ്ട് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം ഏദനിൽ നട്ടു? ഏദനിൽ അങ്ങനെ ഒരു വൃക്ഷം നട്ടത് കൊണ്ടല്ലേ തിന്നരുത് എന്ന് ദൈവം കൽപ്പിക്കേണ്ടി വന്നത്? തിന്നരുതെന്ന് കൽപ്പിച്ചത് കൊണ്ടല്ലേ ആദമിന് അല്ലെങ്കിൽ ഹവ്വയ്ക്ക് തിന്നാനുള്ള പ്രേരണ ഉണ്ടായത്? അങ്ങനെ തിന്നത് കൊണ്ടല്ലേ ഏദൻ തോട്ടത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടത്? അവർ പുറത്താക്കപ്പെട്ടത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന് ഈ സ്ഥിതിയിൽ കൂടെ കടന്നു പോകുന്നത് എന്ന്
ഒരു മാല പോലെയുള്ളതായ ചോദ്യങ്ങൾ ഇതിന്റെ പിന്നിൽ നമുക്ക് ചോദിപ്പാനായിട്ട് കഴിയും. അങ്ങനെ ചോദ്യം ആർക്കെങ്കിലും വരുന്നുണ്ടോ? ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ഭക്ഷിക്കുമെന്നറിയാമായിരുന്നു എങ്കിൽ ദൈവം എന്തുകൊണ്ട് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം ഏതിൽ നട്ടു? Why the tree was there if God knows what is going to happen? അപ്പോ അത് മനുഷ്യൻ പാപം ചെയ്യാൻ കാരണക്കാരന് ദൈവമല്ലേ? അങ്ങനെയെങ്കിൽ ആ പാപത്തിന് മനുഷ്യനിൽ നിന്ന് ശിക്ഷിക്കപ്പെടണം എന്നൊക്കെയുള്ള ബാലിശമായ അനേക ചോദ്യങ്ങൾ പലരുടെയും ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ നാവിൽ നിന്ന് പുറത്തു വരുന്നത് കേൾക്കുവാനായിട്ടിടയായിട്ട് തീർന്നിട്ടുണ്ട്. അത് വളരെ ശാന്തമായി നമുക്ക് ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഉദ്ദേശം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ചോദ്യം വരാൻ കാരണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പ്രധാനപ്പെട്ടതായ ഒരു ഉദ്ദേശം നമ്മൾ ചിന്തിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ മനുഷ്യൻ ദൈവത്തെ പോലെ ആയി തീരണമെന്നുള്ളതാണ്. ദൈവം എന്ത് ചിന്തിക്കുന്നു അത് ചിന്തിക്കണം, ദൈവം എന്ത് പ്രവർത്തിക്കുന്നു അത് പ്രവർത്തിക്കണം, ദൈവം എന്ത് വിചാരിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യൻ വിചാരിക്കണം. ദൈവം സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യനും സൃഷ്ടിപ്പാനായിട്ട് അവന് പ്രാപ്തനാകണം. ദൈവം എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം ചെയ്യത്തക്ക രീതിയിൽ ദൈവത്തെ പോലെ ആയിത്തീരുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ള ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കണം. അപ്പോ ഞാൻ അതിലേക്ക് വരികയാണ്. ദൈവത്തിന്റെ ഉദ്ദേശം, ആ ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ചുള്ളതായ ഉദ്ദേശം നിറവേറ്റാൻ മനുഷ്യൻ യോഗ്യനായി തീരണം. ആ യോഗ്യനായി തീരേണ്ടതിന് ചില ടെസ്റ്റുകൾ ദൈവം ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. ആ ടെസ്റ്റുകൾ പാസ്സായെങ്കിൽ മാത്രമേ ആ മനുഷ്യന് താനായിരിക്കുന്നതായ സ്ഥിതിയിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി ദൈവത്തിന് തുല്യമായ ഒരു പദവിയിലേക്ക് അവൻ എത്തിച്ചേരുവാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പൊ മനുഷ്യന് കടന്നു പോകേണ്ടതായ ടെസ്റ്റുകളിൽ ആദ്യത്തെ ടെസ്റ്റാണ് ദൈവം അവിടെ ആദമിന് കൊടുക്കുവാനായിട്ടിടയായിട്ട് തീർന്നത്. എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമുക്കറിയാം ദൈവം പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന തൃത്വമാണ്. പ്രത്യേകത, പിതാവ് പുത്രനും പുത്രൻ പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവ് പിതാവിനും വിധേയത്വമാണ്. അവർ പരസ്പരം പൂരകങ്ങളാണ്, പരസ്പരം വിനയപ്പെട്ടിരിക്കുകയാണ്, പരസ്പരം വിധേയത്വമുള്ളവരാണ്. പിതാവ് പറയുന്നതാണ് പുത്രൻ ചെയ്യുന്നത് എന്ന് കർത്താവ് ലോകത്തിലായിരുന്നപ്പോ പറഞ്ഞു. ഞാൻ സ്വയമേവ ഒന്നും ചെയ്യുന്നില്ല, പിതാവ് എന്നോട് എന്ത് ചെയ്യുവാൻ കൽപ്പിക്കുന്നുവോ ഞാനത് ചെയ്യുന്നു. ഞാൻ ഭൂമിയിലേക്ക് വന്നത് എന്റെ ഇഷ്ടം നിവർത്തിക്കാനല്ല, ഞാൻ പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനും പിതാവും ഒന്നത്രേ എന്ന് കർത്താവ് പറയുവാനായിട്ടിടയായി. അപ്പോ തൃത്വത്തിൽ ഒന്നാമനായിരിക്കുന്നതായ കർത്താവും തൃത്വത്തിൽ ഒന്നാമനായിരിക്കുന്നതായ പിതാവും തൃത്വത്തിൽ രണ്ടാമനായിരിക്കുന്നതായ കർത്താവും തമ്മിലുള്ളതായ ബന്ധമെന്ന് പറയുന്നത്, പിതാവ് പറയുന്നത് അതുപോലെ പുത്രൻ അനുസരിക്കുന്നു. ഇനി പുത്രൻ എന്താണ് മനുഷ്യന്റെ ജീവിതത്തിൽ നിർണയിപ്പാൻ ആഗ്രഹിക്കുന്നത്? അതാണ് പരിശുദ്ധാത്മാവ് മനുഷ്യന് ചെയ്യുന്നത്. പിതാവിന്റെ ഇഷ്ടപ്രകാരം പുത്രനോട് തുല്യനായി തീരുവാൻ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മെ ഓരോരുത്തരെയും മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിതാവ് പുത്രനും പുത്രൻ പരിശുദ്ധാത്മാവ് പുത്രനും പരസ്പരം വിധേയപ്പെട്ടിരിക്കുന്നത് പോലെ മനുഷ്യൻ, ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തിന് വിധേയപ്പെടുമോ എന്നറിയേണ്ടതിനു വേണ്ടി ദൈവം ഒരു ടെസ്റ്റ് ഏദൻ തോട്ടത്തിൽ അവിടെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ആ ടെസ്റ്റ് നടത്തുവാനുള്ളതായ ക്രമീകരണം ചെയ്തതാണ് ഏത്? ഈ നന്മതിന്മകളെ കുറിച്ചുള്ളതായ അറിവിന്റെ വൃക്ഷം. അത് തിന്നരുത് എന്ന് പറയുമ്പോ ദൈവം പറഞ്ഞത് അതുപോലെ മനുഷ്യൻ അനുസരിക്കുമോ എന്ന് അവനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നത്? മനുഷ്യൻ ദൈവത്തെ പോലെ ആകണമെന്നുള്ളതായ
ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് മനുഷ്യൻ വരേണ്ടതില്ല. മനുഷ്യനെ തോൽപ്പിച്ച് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളയേണ്ടതിനു വേണ്ടിയല്ല, മനുഷ്യനെ പാപി എന്ന് മുദ്രകുത്തി ദൈവത്തിങ്കിൽ നിന്ന് അകറ്റി കളയേണ്ടതിന് വേണ്ടിയല്ല, പിന്നെയോ മനുഷ്യന്റെ ഗ്രേഡ് മാറ്റി അവനെ ദൈവത്തിന് തുല്യമായ ഒരു പദവിയിലേക്ക് കൊണ്ടുവരുവാൻ അവൻ യോഗ്യനായി തീരേണ്ടതിന് വേണ്ടിയാണ് ഏദൻ തോട്ടത്തിൽ ദൈവം എന്ത് വെച്ചത്? ആ പ്രത്യേക വൃക്ഷം വെക്കുവാനായിട്ടിടയായിട്ട് തീർന്നത്. തൃത്വം പരസ്പരം വിധേയപ്പെട്ടിരിക്കുന്നത് പോലെ മനുഷ്യനും ദൈവത്തോട് വിധേയപ്പെടുമോ എന്നറിയുവാനായിട്ടാണ്. മാൻ വുഡ് സബ്മിറ്റ് ടു ഗോഡ് ജസ്റ്റ് ആസ് ദി ട്രിനിറ്റി ഈസ് മ്യൂച്വലി സബ്മിസീവ്. രണ്ടാമത്, ദൈവം എന്ന് പറയുന്നത് നന്മയും തിന്മയും നന്നായി അറിയുന്ന ദൈവമാണ്. നന്മ ഏതെന്നറിയാം, തിന്മ ഏതെന്നറിയാം. പക്ഷേ നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു, ദൈവം തിന്മ പ്രവർത്തിക്കുന്നില്ല. ദൈവം തിന്മ പ്രവർത്തിക്കുന്നില്ല. തിന്മ ഇല്ലാത്തത് കൊണ്ടല്ല പ്രവർത്തിക്കാത്തത്, തിന്മയെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടല്ല പ്രവർത്തിക്കാത്തത്, തിന്മ ചെയ്യുവാൻ സാധ്യതയില്ലാത്തത് കൊണ്ടല്ല ദൈവം തിന്മ പ്രവർത്തിക്കാത്തത്. തിന്മ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് തിന്മ എന്തെന്നറിയാം, ദൈവത്തിന് അത് പ്രവർത്തിക്കുവാൻ കഴിയും. പക്ഷേ തിന്മ എന്തെന്നറിഞ്ഞിട്ടും തിന്മ പ്രവർത്തിക്കാതെ നന്മ മാത്രമുള്ളവനാണ് ദൈവം. മനുഷ്യൻ എന്ത് ചെയ്യണം? തിന്മ അറിഞ്ഞു എങ്കിൽ മാത്രമേ തിന്മ തള്ളിയിട്ട് നന്മ തിരഞ്ഞെടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. തിന്മ ഇല്ല എങ്കിൽ തിന്മ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പ്രയോജനമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ് എന്ന് തെളിയിക്കണമെങ്കിൽ അവൻ കളത്തിലിറങ്ങി ക്രിക്കറ്റ് പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ അവൻ കളിക്കണം. പാപം ചെയ്യുവാനുള്ളതായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ മുറിയിൽ നമ്മെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് സകല കാര്യങ്ങളും ടിവിയും അതുപോലെയുള്ളതായ സകല കാര്യങ്ങളും വെച്ച് തന്നിട്ട് നമ്മെ ടെസ്റ്റ് ചെയ്യുവാനായിട്ട് നമ്മുടെ പിതാവ് ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കുമ്പോ ഞാനത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. തെറ്റ് ചെയ്യാനുള്ളതായ സകല സാഹചര്യമുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് തെറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് അഭിമാനിക്കുവാൻ കഴിയുന്നത്. അതുപോലെ തിന്മ എന്ത് എന്ന് ദൈവം മുമ്പിൽ വെച്ചിരിക്കെ, അത് തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിരിക്കെ, അത് ആ തിന്മ എന്ന് പറയുന്നതായ വസ്തുവിനെ തള്ളി ദൈവത്തിങ്കൽ നിന്ന് നന്മ മനസ്സിലാക്കി ആ നന്മ മാത്രം ചെയ്യുന്നതായ ദൈവിക സ്വഭാവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരേണ്ടതിനു വേണ്ടിയാണ് ദൈവം ഏദനിൽ എന്ത് ചെയ്തത്? നന്മതിന്മകളെ കുറിച്ചുള്ളതായ അറിവിന്റെ ഫലം വെക്കുവാൻ, അറിവിന്റെ വൃക്ഷം നടുവാനായിട്ടിടയായിട്ട് തീർന്നത്. അപ്പോ തിന്മ തിരിച്ചറിഞ്ഞ് അതിനെ തള്ളി നന്മ ചെയ്യുവാൻ അവൻ പ്രാപ്തനാകണം. അടുത്ത വിഷയം എന്ന് പറയുന്നത്, ആ വൃക്ഷത്തിന്റെ ഫലം അല്ലെങ്കിൽ വൃക്ഷങ്ങളോടെ നട്ടത് എന്നേക്കുമായി അവൻ തിന്നരുത് എന്നല്ല കർത്താവ് പറഞ്ഞത്. അത് തിന്നുവാൻ, മനുഷ്യനത് തിന്നുവാൻ വേണ്ടിയാണ് അവിടെ സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യനപ്പോ സൃഷ്ടിക്കപ്പെട്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ ദൈവിക ജ്ഞാനത്തിൽ ഒന്നുമായിട്ടില്ല. ആ വിഷയം അവനത് ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ, ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറയുവാനായിട്ട് വിട്ടുപോയി. നന്മതിന്മകളെ കുറിച്ചുള്ളതായ അറിവ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവിടെ ആ നിർവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, നന്മതിന്മകളെ കുറിച്ചുള്ളതായ അറിവെന്ന് പറഞ്ഞത് ഈ ലോകത്തിന്റെ ജ്ഞാനമാണ്. ഈ ലോകത്തിന്റെ ജ്ഞാനം പ്രാപിക്കരുതെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെയോ ഈ നന്മതിന്മകളെ കുറിച്ചുള്ളതായ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാം. എപ്പോൾ? മനുഷ്യൻ ദൈവിക ജ്ഞാനം പ്രാപിച്ചു കഴിയുമ്പോൾ, ഡിവൈൻ വിസ്ഡത്തിലേക്ക് അവൻ എത്തിക്കഴിയുമ്പോ അവന് അത് തിന്നാം. അതുകൊണ്ട് കുഴപ്പം ഇല്ല. ഞാൻ പറയട്ടെ, ഈ ലോകത്തിലുണ്ടാകുന്ന
എല്ലാ കാര്യങ്ങളും നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം അതിനെ ആക്കി വച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന് ജ്ഞാനം നൽകി ഒരു സയന്റിഫിക് ഇൻവെൻഷൻ അവൻ നടത്തുമ്പോ ആ ഇൻവെൻഷൻ ഒരിക്കലും ഡിസ്ട്രക്റ്റീവ് സെൻസിലേക്ക് പോകുവാനല്ല ദൈവം അവന് ബുദ്ധി നൽകുന്നത്. ദൈവം ഒരുവന് ബുദ്ധി നൽകുന്നത് അത് ആ ഇൻവെൻഷൻ അതെന്തായാലും അത് മാനവരാശിയുടെ നന്മയ്ക്കായി തീരേണ്ടതിന് വേണ്ടിയാണ് ദൈവം അതിനു വേണ്ടി പശ്ചാത്തലം ഒരുക്കുന്നത്. പക്ഷേ വസ്തുക്കൾ കണ്ടുപിടിച്ചതിന് ശേഷം എന്താ സംഭവിക്കുക? അത് മനുഷ്യൻ അതിനെ തിന്മയ്ക്കായി തീർക്കുവാനായിട്ടിടയായിട്ട് തീരുകയാണ്. നമുക്കറിയാം, ചില വർഷങ്ങൾക്ക് മുമ്പ് TNT കണ്ടുപിടിച്ചതായ സന്ദർഭം. TNT കണ്ടുപിടിക്കുമ്പോ അത് സമാധാന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിരുന്നു കണ്ടുപിടിക്കപ്പെട്ടത്. പക്ഷേ അതിന്റെ ചില നാളുകൾ കഴിഞ്ഞപ്പോ അതിന്റെ എക്സ്പ്ലോസീവ്നെസ് അത് മനസ്സിലാക്കി അത് ഡിസ്ട്രക്ഷനിലേക്ക് പോകുവാനായിട്ടിടയായിട്ട് തീർന്നു. അത് മാനവരാശിയുടെ നാശത്തിന് കാരണമായി തീർന്നു. ഓരോ ഇൻവെൻഷനും നോക്കിക്കോളൂ. നമ്മുടെ കയ്യിലിരിക്കുന്നതായ മൊബൈൽ ആയാലും, നാം കാണുന്നതായ TV ആയാലും, നാം ഉപയോഗിക്കുന്നതായ ഏതൊരു വസ്തുവായാലും, ഈ സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നതായ ഏതൊരു കാര്യമായാലും അത് നേരായ രീതിയിൽ ഉപയോഗിച്ചാൽ മാനവരാശിയുടെ നന്മയ്ക്കായിട്ട് തീരേണ്ടതാണ്. പക്ഷേ ഈ ലോകത്തിന്റെ അധിപതിയായ പിശാച് എന്താ ചെയ്യുന്നത്? അതിനെ തിന്മയിലേക്ക് നയിക്കുകയാണ്. അപ്പോ ഒരു മനുഷ്യൻ ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞാൽ അവനിൽ വരുന്നതായ ജ്ഞാനം അവൻ ദൈവിക പദ്ധതിയിലേക്ക് ഉപയോഗിച്ച് ഡിവൈൻ പർപ്പസിലേക്ക് അവൻ മൂവ് ചെയ്യും. അവൻ ദൈവിക ജ്ഞാനം പ്രാപിക്കാതിരുന്നാലോ, ദൈവത്തിന് അവനെ കുറിച്ചുള്ളതായ ഉദ്ദേശം മനസ്സിലാക്കാതിരുന്നാലോ, ദൈവത്തിന് ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് അവൻ തിരിച്ചറിവില്ലാതിരുന്നാലോ, അവൻ എന്ത് ചെയ്യും? അവന്റെ നേട്ടത്തിന് വേണ്ടി, അവന്റെ സമൂഹത്തിന്റെ നേട്ടത്തിന് വേണ്ടി അവനത് തിന്മയ്ക്കായി ഉപയോഗിക്കാനായിട്ടിടയായിട്ട് തീരും. അപ്പൊ ദൈവിക ജ്ഞാനമില്ലാതെ ഏതൊരു ലോകജ്ഞാനം ഉപയോഗിച്ചാലും അത് നന്മയ്ക്കല്ല, അത് തിന്മയ്ക്കായി മാറ്റപ്പെടുവാനിടയായിട്ട് തീരും. അതിന് തെളിവാണ് ഏദൻ തോട്ടത്തിലെ ആ നന്മ തിന്മകളെ കുറിച്ചുള്ളതായ അറിവിന്റെ വൃക്ഷത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ദൈവിക ജ്ഞാനം പ്രാപിപ്പാൻ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നന്നായി പഠിക്കുന്നതായ ഒരു വിദ്യാർത്ഥി, അവന് എൻട്രൻസിന് അഡ്മിഷൻ കിട്ടി, മെഡിക്കൽ എൻട്രൻസിന് അവൻ അഡ്മിഷൻ കിട്ടി, അവൻ മെഡിക്കൽ എൻട്രൻസിന് ചേർന്നു, പഠിക്കാൻ വലിയ മിടുക്കനാണ്, അവൻ അഡ്മിഷൻ കിട്ടി. അവൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോ അവൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി സീരിയസ് ആയിട്ടുള്ള പേഷ്യന്റിനെ അവൻ ഓപ്പറേറ്റ് ചെയ്യാറില്ല. അവൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവൻ അഡ്മിഷൻ എടുത്തതും ആ ഒരു വർഷം പഠിച്ചതും. എന്നതുകൊണ്ട് അവൻ ചികിത്സിക്കുവാനോ അവനൊരു സർജനായി തീരുവാനോ പറ്റുകയില്ല. എന്ത് ചെയ്യണം? അതിനൊരു കാലാവധിയുണ്ട്. അവൻ വെച്ചിരിക്കുന്നതായ സിലബസ് പൂർത്തീകരിക്കുവാനുള്ളതായ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിനുള്ളിൽ അവൻ വെച്ചിരിക്കുന്നതായ സിലബസ് വിജയകരമായി അവൻ പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ അവൻ ആ ജോലിയിലേക്ക്, അവന്റെ കൃത്യത്തിലേക്ക്, അവനെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നതായ കൃത്യത്തിലേക്ക് അവൻ എത്തിച്ചേരുവാനായിട്ട് കഴിയത്തുള്ളൂ. ജ്ഞാനം പ്രാപിക്കുക എന്നുള്ളത് തെറ്റല്ല. ജ്ഞാനം പ്രാപിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. അത് ഡിവൈൻ വിസ്ഡമായാലും അത് വേൾഡ്ലി വിസ്ഡമായാലും ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. ലോകജ്ഞാനം പ്രാപിക്കരുത് എന്ന് വേദപുസ്തകം പറയുന്നില്ല. ലോകജ്ഞാനം പക്ഷേ നമുക്ക് ഭോഷത്വമായി തീരുവാൻ സാധ്യതയുണ്ട് എന്ന് കൊരിന്ത്യർ ലേഖനം പറയുന്നു. എന്തുകൊണ്ടാണ്? ആ ലോകജ്ഞാനം ദൈവിക ജ്ഞാനത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് ലോകജ്ഞാനം ഭോഷത്വത്തിലേക്ക് പോകുകയാണ്. അപ്പൊ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ദൈവജനത്തിന് അവകാശപ്പെട്ടതാണ്. ദൈവജനം അതിന് അർഹതയുള്ളവരാണ്. പക്ഷേ അത് നന്മയ്ക്കായി തീരണമെങ്കിൽ ആ ദൈവിക ജ്ഞാനത്താൽ നിറയണം. അപ്പോ ഏദൻ തോട്ടത്തിൽ നട്ടിരുന്നതായ ഈ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ഒരിക്കലും തിന്നരുതെന്നുള്ളതല്ല. മനുഷ്യൻ
ആ ഡിവൈൻ വിസ്ഡത്തിലേക്ക് എത്തിക്കഴിയുമ്പോ തിന്നാൻ വേണ്ടി തന്നെയാണ് ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചതും. പക്ഷേ ദൈവം നിശ്ചയിച്ചിരുന്നതായ സമയത്തിന് മുമ്പേ അവനത് ഭക്ഷിച്ചു എന്നുള്ളതാണ് തിന്മയിലേക്ക് പോകുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അതാണ് നാം ചിന്തിക്കുന്ന നാലാമത്തെ വിഷയം. ദൈവത്തിന്റെ സമയം വരെ കാത്തിരിക്കാത്തത് കൊണ്ട് സംഭവിച്ച ഭവിഷ്യത്ത് ഭയാനകമാണ്. ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് ദൈവത്തിന്റെ തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. രാജാവായ ശൗലിനോട് ശമൂവേൽ പറഞ്ഞു, നീ എനിക്ക് വേണ്ടി 7 ദിവസം കാത്തിരിക്കണം, ഞാൻ വന്നതിന് ശേഷം മാത്രമേ യാഗം കഴിക്കാവൂ എന്ന് കർശനമായി ശൗലിനോട് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു. അവന് ശത്രുക്കളെ തോൽപ്പിച്ച് ശൗൽ എന്ത് ചെയ്തു? ശത്രുക്കളെ തോൽപ്പിച്ച് അവന് മടങ്ങി വന്നു കഴിഞ്ഞപ്പോ ജനം തന്നെ വിട്ട് ചിതറിപ്പോകുമെന്ന് പേടിച്ച് ശൗൽ എന്ത് ചെയ്തു? ശൗല് കാത്തിരിപ്പ് മതിയാക്കി, ശമൂവേലിനെ കുറിച്ചുള്ളതായ കാത്തിരിപ്പ് മതിയാക്കി അവൻ യാഗം കഴിച്ചു. അവൻ യാഗം കഴിച്ചു കഴിഞ്ഞപ്പോ ശമൂവേൽ വന്നു, എന്നിട്ട് പറഞ്ഞു, നീ ചെയ്തത് അവിവേകം, നീ അവിവേകം കാണിച്ചത് കൊണ്ട് ഞാൻ നിന്നെ സിംഹാസനത്തിൽ നിന്ന് നീക്കിയിരിക്കുന്നു എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവന്റെ സിംഹാസനം നഷ്ടപ്പെടുവാനിടയായി. നോക്കൂ, അവിടെ ശൗലിന് പറ്റിയതായ തോൽവി. ഇസ്രായേൽ ജനം ഒരു രാജാവിന് വേണ്ടി അപേക്ഷിച്ചു. ശമൂവേലിന്റെ കാലത്ത് ഇസ്രായേൽ ഒരു രാജാവിന് വേണ്ടി അപേക്ഷിച്ചു. രാജാവിനെ കൊടുക്കരുതെന്നുള്ളതായ ഒരു ചിന്ത ദൈവത്തിനില്ലായിരുന്നു. കാരണം ആവർത്തന പുസ്തകത്തിൽ രാജാവ് അനുഷ്ഠിക്കേണ്ടതായ രാജധർമ്മത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സമയമാകുമ്പോൾ അവരെ ഭരിക്കേണ്ടതിനു വേണ്ടി ദൈവിക നിർണയപ്രകാരമുള്ളതായ രാജാവിനെ കൊടുക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയിലുണ്ടായിരുന്നു. പക്ഷേ ശ്രേഷ്ഠനായ ശമൂവേൽ പ്രവാചകൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ രാജാവിന് വേണ്ടി മുറവിളി കൂട്ടി. ദൈവം നിശ്ചയിച്ചിരുന്നതായ സമയത്തിന് മുമ്പേ രാജാവിന് വേണ്ടി മുറവിളി കൂട്ടിയത് കൊണ്ട് ദൈവം മനുഷ്യന്റെ ഇഷ്ടപ്രകാരമുള്ള മനുഷ്യന്റെ കായിക ശേഷി പ്രാധാന്യം കൊടുത്തുകൊണ്ട്, സൗന്ദര്യം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശൗലിനെ അവർക്ക് രാജാവായി കൊടുത്തു. ഫലം എന്താ നമുക്കറിയാം. 2 വർഷം കഴിഞ്ഞപ്പോ ശൗല് ദുഷ്ടനായ ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു, ദുരാത്മബാധിതനായി മാറി. ദേശത്തെ സമാധാനം നഷ്ടപ്പെട്ടു. അടുത്ത 38 വർഷം, അതായത് ദൈവിക നിർണയപ്രകാരമുള്ളതായ ദാവീദ് രാജാവാകുന്നിടം വരെ ഇസ്രായേൽ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ സമയം വരെ നാം കാത്തിരിക്കുവാൻ തയ്യാറാകണം. ഏതൊരു വിഷയമായാലും, നമ്മുടെ ഭൗതിക വിഷയമാകട്ടെ, നമ്മുടെ ആത്മീക വിഷയമാകട്ടെ, നമ്മുടെ കുടുംബ വിഷയമാകട്ടെ, എടുത്തു ചാടി ത്വരിതപ്പെട്ട് ഒരു കാര്യം നമ്മൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തത്രപ്പെട്ട് കാൽ വെക്കുന്നവൻ പിഴച്ചു പോകുമെന്നാണ് സദൃശവാക്യം. അപ്പോ ദൈവിക സമയം വരെ നാം കാത്തിരിക്കണമെന്ന് ഏദൻ തോട്ടത്തിലെ നന്മതിന്മകളെ കുറിച്ചുള്ളതായ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ ആത്മീയ വിഷയത്തിലും ഉണ്ട് കേട്ടോ, ആത്മീയ വിഷയത്തിലും ഇതുണ്ട്. അതുകൊണ്ട് തിമോത്തിയോസ് പറയുന്നൊരു കാര്യമുണ്ട്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിഗളിച്ചിട്ട് പിശാചിനാൽ വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത് എന്ന് അവിടെ പൗലോസ് പറയുകയാണ്. വചനം പഠിച്ച് ദൈവിക പക്വത പ്രാപിച്ച് ആത്മീക ജ്ഞാനത്തോടു കൂടി മാത്രമേ ഒരു ശുശ്രൂഷ സ്ഥാനത്തേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. അതല്ലാതെ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്നുള്ളതായ രീതിയിൽ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആത്മീക മണ്ഡലത്തിൽ തിന്മകളുടെ വിളയാട്ടമായി മാറുവാൻ കാരണം. അതുകൊണ്ട് ഞാൻ ആ വിഷയം അവിടെ നിർത്തട്ടെ. 4-ാമത്തെ വിഷയമായി നമ്മൾ പഠിച്ചത് നന്മതിന്മകളെ കുറിച്ചുള്ളതായ അറിവിന്റെ വൃക്ഷം. അത് തിന്നരുത് എന്നുള്ളത് കൊണ്ടല്ല, സമയത്തിന് മുമ്പേ തിന്നത് കൊണ്ടാണ് അവിടെ ദോഷം സംഭവിക്കാനായിട്ടിടയായിട്ട് തീരുന്നത്. ഇനി അറിവിന്റെ വൃക്ഷം തരുന്നതായ ചില പാഠങ്ങളും കൂടെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തിന്റെ ജ്ഞാനത്തിന് അടിസ്ഥാനമാക്കി മാത്രം ലോകജ്ഞാനം പ്രായോഗികമാക്കുവാൻ പാടുള്ളൂ എന്ന പാഠമാണ്. പക്വത പ്രാപിച്ചതിന് ശേഷം മാത്രം ഭക്ഷിക്കുവാനാണ് അതുവരെ ദൈവത്തിന്റെ അതിനുവേണ്ടി കൊടുത്തത്.
അതുവരെ ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് ദൈവജ്ഞാനം പ്രാപിക്കണം. നമ്മൾ അത് നേരത്തെ ചിന്തിച്ചു. രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് അറിവിന്റെ വൃക്ഷം ദൈവം നമുക്ക് തരുന്ന പരിശോധനകളാണ്. പരീക്ഷയില്ലാതെ ജയമില്ല എന്ന തത്വം നമ്മൾ മനസ്സിലാക്കണം. പരീക്ഷയില്ലെങ്കിൽ ജീവിതം അപ്രയോജനമായി പോകും. ഒരു പ്രൊമോഷൻ വേണമെങ്കിൽ ഒരു ടെസ്റ്റ് എഴുതണം, അത് പാസ്സാകണം. ക്ലാസ്സിൽ സ്ഥാനക്കയറ്റം വേണമെങ്കിൽ വെച്ചിരിക്കുന്നതായ യോഗ്യതാ പരീക്ഷ എഴുതണം, അത് പാസ്സാകണം. ഒരു പർട്ടിക്കുലർ ജോലി കിട്ടണമെങ്കിൽ ആ ജോലിക്ക് വേണ്ടിയുള്ളതായ എക്സാം ഉണ്ട്, ആ എക്സാം എഴുതണം, പാസ്സാകണം. എല്ലാം അറിയാമെന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അറിയാമെന്ന ഭാവമുള്ളത് കൊണ്ട് ഒരിക്കലും നമുക്ക് ഉയർന്നു പോകുവാൻ കഴിയുകയില്ല. അതാത് സമയത്ത് അതാത് ടെസ്റ്റുകളുണ്ട്. ആത്മീക ജീവിതത്തിലും ടെസ്റ്റുകളുണ്ട് എന്ന് മനസ്സിലാക്കണം. അതാണ് അറിവിന്റെ വൃക്ഷം തരുന്നതായ അടുത്ത ഫലം. നന്മതിന്മകളെ കുറിച്ചുള്ളതായ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തിന്നുന്ന അടുത്ത ചോദ്യമാണ്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ് പറഞ്ഞത്. ഇത് പലരുടെയും ഹൃദയത്തിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ തന്നെ ചോദിച്ചിട്ട് നിങ്ങളിൽ നിന്ന് ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ ചോദ്യം കൊണ്ട് വന്നത് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇത് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ നന്നായിരുന്നു. ദൈവം പറഞ്ഞത് എന്താണ്? ഈ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞ ആദമും ഹവ്വയും മരിച്ചോ എന്ന് ചോദിച്ചാൽ എന്താ നമ്മുടെ ഉത്തരം? മരിച്ചില്ലെന്നല്ല ഉത്തരം. ദൈവം കള്ളം പറഞ്ഞോ? ദൈവം ഒരിക്കലും കള്ളം പറയത്തില്ല എന്ന് നമുക്കറിയാം. ദൈവം കള്ളം പറഞ്ഞു എന്ന് പറയാനോ പറയുന്നവരോടും കൂടെ ചേരാനോ നമുക്കൊരിക്കലും കഴിയത്തില്ല. അപ്പൊ ദൈവം പറഞ്ഞതുപോലെ സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ ആദം മരിച്ചില്ല. ആദം 930 വർഷം ജീവിച്ചിരുന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആദം മരിച്ചില്ലല്ലോ. ആദം മരിക്കാത്തത് കൊണ്ട് അത് ദൈവം കള്ളം പറഞ്ഞോ എന്ന് ആരെങ്കിലും നമ്മോട് ചോദിക്കുമെന്ന് ഭയന്ന് നാം എന്ത് ചെയ്യുകയാണ്? അതിന് പല മറുപടികൾ നാം തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. രണ്ട് ഉത്തരം അതിനോട് ചേർന്ന് ഞാൻ പറയാം. നമ്മൾ തന്നെ ദൈവത്തെ രക്ഷിക്കാൻ, ദൈവം കള്ളം പറഞ്ഞില്ല എന്ന് സ്ഥാപിക്കാനായിട്ട് നാം തന്നെ ചിന്തിച്ച് ചുരുക്കൂട്ടി വെച്ചിരിക്കുന്നതായ രണ്ട് ഉത്തരങ്ങളുണ്ട്. എന്റെ അറിവ് വേറെ പല ഉത്തരങ്ങൾ കാണാം, എങ്കിലും പ്രധാനപ്പെട്ടതായ രണ്ട് ഉത്തരം. ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവത്തിന് 1000 വർഷം ഒരു ദിവസം പോലെ എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് അവിടെ ദൈവത്തിന്റെ കണക്കും പ്രകാരം ഒരു ദിവസം ജീവിച്ചിരുന്നില്ല. 1000 വർഷം തികയുന്നതിന് മുമ്പേ ആദം മരിച്ചുപോയി. അതുകൊണ്ട് ആ തത്വപ്രകാരം ദൈവം കള്ളം പറഞ്ഞില്ല എന്ന് സമർത്ഥിക്കുന്നവരുണ്ട്. പക്ഷേ പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നതായ കാര്യവും ഉൽപ്പത്തിയിലെ കാര്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എവിടുന്നെങ്കിലും ഒരു വാക്യം എടുത്തുകൊണ്ടുവന്ന് ദൈവം കള്ളം പറഞ്ഞില്ല എന്ന് തെളിയിക്കേണ്ടതായ ഗതികേട് നമുക്കില്ല. ദൈവം ഒരിക്കലും കള്ളം പറയുകയില്ല എന്നറിയാവുന്നതായ നാം എന്ത് ചെയ്യണം? ദൈവം എന്തു പറഞ്ഞു എന്നുള്ളത് പഠിക്കാൻ തയ്യാറാകണം. രണ്ടാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ദൈവം മരിക്കുമെന്ന് പറഞ്ഞു. ആദം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. അതുകൊണ്ട് ആദം സ്പിരിച്വലി ഡെഡ്, ആത്മീകമായി മരണം സംഭവിച്ചു. അതാണ് കോമൺ പ്രാക്ടീസ് ആയിരിക്കുന്നതായ ഉത്തരം. ദൈവം ഒരിക്കലും ആദമിനോട് പറഞ്ഞില്ല, ആദമേ നീ തിന്നുന്ന നാളിൽ നീ ആത്മീകമായി മരിക്കും എന്ന് ദൈവം പറഞ്ഞോ? ഇല്ല, ദൈവം ഒരിക്കലും ആത്മീകമായി മരിക്കുമെന്ന് പറഞ്ഞില്ല. നീ മരിക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോ ആത്മീയ മരണം എന്നാൽ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ആത്മീയ മരണം എന്ന് പറയുന്നത് ആ മനുഷ്യന് അന്തിമമായി സംഭവിക്കുന്നതായ മരണമാണ്. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ മരണമാണ്.
അവന്റെ ആത്മാവിനെ ഒരിക്കലും മടങ്ങി വരുവാൻ കഴിയാത്ത വിധത്തിൽ അത് അവൻ തീപ്പൊയ്കയിൽ വീഴുന്നതാണ് ആത്മീയ മരണം. ആദാം ഒരിക്കലും ആത്മീയ മരണം സംഭവിച്ചില്ല. ആത്മീയ മരണം സംഭവിച്ചിരുന്നു എങ്കിൽ ആദാമിനോട് ദൈവം സംസാരിക്കുകയില്ലായിരുന്നു. ആദാമിന്റെ സന്തതികളോട് ദൈവത്തിന് ഇടപെടാൻ കഴിയത്തില്ലായിരുന്നു. ദൈവം ആത്മീയമായി മരിച്ചു കഴിഞ്ഞാൽ ഒരു വീണ്ടെടുപ്പ് ഇതിന്റെ ആവശ്യമേ വരുന്നില്ല. വീണ്ടെടുപ്പ് അസാധ്യമായി തീരുകയാണ്. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി മുതലുള്ളതായ ദൈവത്തിന്റെ പദ്ധതിയെല്ലാം വൃഥാവാണെന്ന് പറയേണ്ടി വരും. ആദാം ഒരിക്കലും ആത്മീയമായി മരിച്ചില്ല. പിന്നെ എന്താണ് ദൈവം പറഞ്ഞതിന്റെ സത്യാവസ്ഥ? അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ശരിയായിട്ടുള്ളതായ കാര്യം നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നത്. ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ് എബ്രായ ഭാഷയിൽ, ബയോ അക്കലക്കാഹ് മിമനു മോവത്ത് എന്നാണ് എബ്രായ ഭാഷയിൽ യഹോവയായ ദൈവം പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബയോ അക്കലക്ക മിമന്യു മോവത്ത്. ഇതിന്റെ അർത്ഥമെന്ന് പറയുന്നത്, നീ അത് തിന്നുന്നതായ നാളിൽ, ബയോം എന്ന് പറയുന്നത് ദിവസം, തിന്നുന്നതായ ദിവസം മരണം വന്ന് നിന്റെ മേൽ വാഴും. മരണം നിന്റെ മേൽ അധികാരം സ്ഥാപിക്കും. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മരണത്തിന് അധീനനായിട്ടല്ല, എന്നേക്കും ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് നിത്യജീവൻ അവന്റെ ഉള്ളിൽ വെച്ചാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. മരണമെന്നുള്ളതായ ഒരു പദം മനുഷ്യനോട് അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രായോഗിക തലത്തിലേക്ക് വരുവാനിടയായിട്ട് തീരുന്നതായ സംഭവം കൂടെ മരണം എന്നുള്ളതായ വാക്ക് ദൈവം പറയുമ്പോൾ അവിടെ പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോ ആ തിന്നുന്നതായ ദിവസം മരണം വന്ന് നിന്റെ മേൽ വാഴും. അതാണ് എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം. മരണം, അതായത് ആദം തിന്നതായ ആ നിമിഷം തന്നെ അവനിൽ നിന്ന് എന്നേക്കുമായി ദൈവം അവന് സൃഷ്ടിച്ചതായ ഇമ്മോർട്ടാലിറ്റി അവനിൽ നിന്ന് മാറിപ്പോയി. ആ ഇമ്മോർട്ടാലിറ്റി മാറിപ്പോയതിന്റെ ലക്ഷണമാണ് അവനെ ഉടുപ്പിച്ചിരുന്നതായ ദൈവിക വസ്ത്രം അവനിൽ നിന്ന് മാറ്റപ്പെട്ടതും നഗ്നത അവന്റെ മുമ്പിൽ കടന്നു വന്നതും. അപ്പോ ഒന്ന് ആ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് പറയുന്നത്, മരണം അവന്റെ മേൽ വാഴുകയാണ്. അവന്റെ ശരീരത്തിൽ, അവന്റെ അവയവങ്ങളിൽ ദ്രവത്വം ബാധിപ്പാനായിട്ടിടയായി. ആ ദ്രവത്വം ബാധിച്ച് ഒടുവിൽ അവനെ ശാരീരിക മരണത്തിൽ ആരംഭിക്കുന്നതായ മനുഷ്യൻ ഒടുവിൽ ആത്മീക മരണത്തിൽ ചെന്ന് അവസാനിക്കും. മരണത്തിന്റെ ആരംഭം കുറിക്കുന്നതായ വിഷയമാണ് ആ ഏദൻ തോട്ടത്തിലെ ഫലം തിന്നുന്ന നാളിൽ സംഭവിച്ചത്. രണ്ടാമത്തെ വിഷയം, എബ്രായ പദത്തിൽ ലൈഫ് അഥവാ മരണം എന്നതായ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് തോൽവി എന്നുള്ളതായ പദമാണ്. തോൽവി എന്നാണ് അതിന്റെ അർത്ഥം. ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടറി അല്ലെങ്കിൽ ജയം. ഇതാണ് എബ്രായ ഭാഷയിൽ ഈ രണ്ട് പദത്തിനും കൊടുത്തിരിക്കുന്ന ഓരോ അർത്ഥങ്ങൾ. ലൈഫ് എന്ന് പറഞ്ഞാൽ വിജയം, മരണമെന്ന് പറഞ്ഞാൽ തോൽവി. അങ്ങനെയെങ്കിൽ ഈ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞത്, ആ തിന്നുന്നതായ ദിവസം മനുഷ്യൻ പരാജയപ്പെടുവാനായിട്ടിടയായി. അവൻ പരാജയത്തിലേക്ക് പോയി. വിജയം അവനിൽ നിന്ന് എന്നേക്കുമായി അകന്നു മാറി. അവൻ തൊടുന്നതെല്ലാം, അവൻ ചെയ്യുന്നതെല്ലാം പരാജയത്തിൽ അവസാനിക്കുവാൻ, പൂർണ്ണതയിലെത്താതെ അവസാനിക്കുവാൻ കാരണമായി തീരുകയാണ്. അപ്പോ തിന്നുന്ന നാളിൽ അവനിൽ എന്ത് സംഭവിച്ചു? മരണം വന്ന് വാഴുവാനിടയായി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ മനുഷ്യന് അമർത്യതയോടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അമർത്യതയോടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരണം സംഭവിക്കാത്തവനായിട്ടാണ്. പക്ഷേ ദൈവത്തിന്റെ മുമ്പാകെ അനുസരണം കാണിച്ചു കഴിഞ്ഞപ്പോ
അവനിലുള്ളതായ ആ ഇമ്മോർട്ടാലിറ്റി മാറി അവൻ മോർട്ടൽ ബോഡിയായിട്ട് തീരുവാനിടയായി. അവൻ പെരിഷബിൾ സബ്സ്റ്റൻസ് ആയി തീരുവാനിടയായി. കാലക്രമത്തിൽ ആ മരണം അവനെ ഗ്രസിച്ച് അവന്റെ ശരീരത്തിലുള്ളതായ സകല അവയവങ്ങളിൽ നിന്നും ജീവൻ നഷ്ടപ്പെടുത്തി ഒടുവിൽ അവനെ എന്താക്കി മാറ്റുകയാണ്? മൃതപ്രായനാക്കി അവനെ മാറ്റുകയാണ്. ആദമിന്റെ ആ തലമുറയിൽ അല്ലെങ്കിൽ നോഹ വരെയുള്ളതായ തലമുറയിൽ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നതായ ആ ശരീരത്തിന്റെ ഘടനയനുസരിച്ച് മനുഷ്യന്റെ ആയുസ് വളരെ വലുതായിരുന്നു. 920 വർഷങ്ങൾ വരത്തക്ക രീതിയിലായിരുന്നു മനുഷ്യന്റെ ആയുസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഭൂമിയുടെ കോസ്മിക് സ്ട്രക്ചർ മാറിക്കഴിഞ്ഞപ്പോ, ജലപ്രളയം വന്ന് ഭൂമിയുടെ സ്ട്രക്ചർ മാറിയപ്പോ, അന്തരീക്ഷത്തിന്റെ ഘടനയ്ക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോ മനുഷ്യന്റെ ശരീരഘടനയ്ക്കും വ്യത്യാസം വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നത്തേതിൽ എന്താ സംഭവിച്ചത്? മനുഷ്യന്റെ ആയുസ് കുറഞ്ഞു വന്ന് 120 വർഷമായി നിജപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു കാലഘട്ടം വരെ മനുഷ്യന്റെ ആയുസ് ആ രീതിയിലേക്ക് മാറി. അപ്പോ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. അടുത്ത ഹെഡിങ്ങിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മനുഷ്യന്റെ പാപം നിമിത്തം ഓൾ തിങ്സ് വെന്റ് ഇൻ ടു കറപ്ഷൻ. എല്ലാം കറപ്ഷനിലേക്ക് അല്ലെങ്കിൽ പെരിഷബിൾ അവസ്ഥയിലേക്ക് സകലതും മാറ്റപ്പെടുകയാണ്. എങ്ങനെയാണ് മാറ്റപ്പെട്ടത്? മനുഷ്യന്റെ പാപം നിമിത്തമാണ് മാറ്റപ്പെട്ടത്. 3-ാം അധ്യായം എന്ന് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം എന്ന് പറയുന്നത് സകല സൃഷ്ടികളും പെരിഷബിൾ ആ സ്ഥിതിയിലേക്ക് മാറ്റപ്പെടുന്നതായ അനുഭവമാണ്. അപ്പോ അതിനുള്ളതായ പ്രാരംഭ കാര്യങ്ങളെ ചിന്തിച്ചതിന് ശേഷം ഞാൻ എന്റെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കർശനമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. Now the serpent was more subtle than any beast of the field which the Lord God had made. And he said unto the woman, yeah, hath God said, ye shall not eat of every tree of garden? മനുഷ്യന് തോൽവി അടയേണ്ടതിന് വേണ്ടി സാത്താൻ മനുഷ്യന്റെ മുമ്പാകെ വെക്കുന്ന എക്കാലത്തെയും പ്രാരംഭ തന്ത്രമാണിത്. നാം ഈ തന്ത്രം ഒരിക്കലും മനസ്സിലാകാതെ പോകരുത്. നാം അത് നമ്മുടെ ജീവിതത്തിന്റെ ഘട്ടങ്ങളിൽ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നാം അറിയാതെ പാപത്തിലേക്ക് ഇടയായിത്തീരുന്നത്. യഹോവയായ ദൈവമുണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട് ചോദിച്ചത്, പാമ്പ് എന്ന് പറയുമ്പോ വിചാരിക്കരുത് ദൈവം സൃഷ്ടിച്ചതായ പാമ്പ് അതുപോലെ വന്ന് സംസാരിക്കുകയാണ് എന്ന് വിചാരിക്കരുത്. കൗശലമേറിയതായ പാമ്പിനെ സാത്താൻ ആയുധമായി എടുക്കുകയാണ്. പഴയ നിയമത്തിൽ നമുക്ക് സാത്താനെ നേരിട്ട് കാണുവാൻ കഴിയുന്ന 2-3 സന്ദർഭങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ പുതിയ നിയമത്തിൽ സാത്താൻ മറനീക്കി മുഖാമുഖമായി വ്യക്തിപരമായി നമ്മുടെ മുമ്പിൽ വരികയാണ്. മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ സകല പ്രവൃത്തികളും സാത്താൻ ആണെന്ന് വെളിപ്പെടുത്താതെ സാത്താൻ മറവിൽ നിന്നുകൊണ്ട് മറ്റൊരു ജീവിയുടെ, മറ്റൊരു മനുഷ്യന്റെ, മറ്റൊരു റെപ്രസെന്റേറ്റീവിന്റെ കെയർ ഓഫിലാണ് സാത്താൻ തന്റെ പദ്ധതികൾ എല്ലാം അഴിച്ചുവിടുന്നത്. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ സാത്താനെ നമുക്ക് നേരിട്ട് കാണുവാൻ അഥവാ സാത്താനാണെന്നുള്ള കാര്യം അവിടെ രേഖപ്പെടുത്താത്തത്. സാത്താൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഒരു പുസ്തകമാണ് യോബിന്റെ പുസ്തകം. അത് നമുക്ക് കാണുവാനും കഴിയും. ഇവിടെ സാത്താൻ എന്താ ചെയ്തത്? ഈ ദൈവം സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും കൗശലമേറിയതായ ആ ജീവിയെ എന്ത് ചെയ്തു? അവൻ വാടകയ്ക്കെടുക്കുകയാണ്. ദൈവത്തിന്റെ സൃഷ്ടിയെ സാത്താൻ തന്റെ
ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ്. ഇവിടെയാണ് മനുഷ്യൻ തെറ്റിപ്പോകുവാൻ ഇടയുള്ളതായ സാധ്യത എന്ന് ഞാൻ പറഞ്ഞത്. ഏറ്റവും വലിയ തന്ത്രം, ദൈവം സൃഷ്ടിച്ചതായ മനുഷ്യനെ സാത്താന്റെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ, സാത്താന്റെ അല്ലെങ്കിൽ പിശാചിന്റെ പ്രവൃത്തി ചെയ്യുവാനായി മനുഷ്യനെ അവൻ വശീകരിക്കുവാൻ മിടുക്കനാണ്. അത് നാം അത് ശ്രദ്ധിക്കണം. ദൈവ പൈതൽ എന്നറിയപ്പെടുന്ന ഏതൊരു വ്യക്തിയെയും പിശാച ഏതു നിമിഷവും വശീകരിപ്പാൻ സാധ്യതയുണ്ട്. അതിന് കാരണം ഏദൻ തോട്ടം ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം സൃഷ്ടിച്ചതായ ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ തനി സ്വരൂപപ്രകാരം സൃഷ്ടിച്ചതായ മനുഷ്യന്റെ അടുക്കലേക്ക് പിശാചിന് വരുവാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ അടുക്കലേക്ക് പിശാചിന് വരുവാൻ യാതൊരു തടസ്സവുമില്ല. ദൈവം അതിനെ തടസ്സപ്പെടുത്തിയിട്ടുമില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോ ദൈവം അനുവദിച്ചിരിക്കുകയാണ് നമ്മുടെ അടുത്ത് വരുവാനും നമ്മോട് അവൻ ഇടപെടുവാനും നമ്മെ അവന്റെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കൊടുക്കുവാനുമുള്ളതായ പെർമിഷനും നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അത് ചെയ്യാതിരിക്കുവാനുള്ളതായ ഉത്തരവാദിത്വം നമ്മുടേതാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്വഭാവം യാതൊരു കാരണവശാലും, ഒരു ദൈവ പൈതലിന്റെ സ്വഭാവം ദൈവത്തിന് ഹിതകരമല്ലാത്തതായ സ്വഭാവമായി മാറുവാൻ ഒരിക്കലും അനുവദിക്കരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുന്നത് കരുതുന്നു. അപ്പോ വളരെ കൗശലപൂർവ്വം ഇടപെടുന്നതായ ഈ പാമ്പിനെ സാത്താനത് തന്റെ ഉപകരണമാക്കി എടുത്തുകൊണ്ട് ഹവ്വയുടെ അടുക്കലേക്ക് വിടുകയാണ്. ഹവ്വയോട് ചോദിച്ചതായ ചോദ്യം ഇതാണ്: ഏത് തോട്ടത്തിലെ ഏതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? അവിടെ ആ ചോദ്യത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ശത്രുവിന്റെ തന്ത്രം മനസ്സിലാക്കണമെന്ന ഒന്ന്, ദൈവം കൽപ്പിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ അതുപോലെ നാം മനസ്സിലാക്കണം. ഇത് നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അത് മാത്രം ഹവ്വ ചിന്തിച്ചാൽ മതിയായിരുന്നു. അത് നീ വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു സംശയത്തിന്റെ ഒരു ചെറിയ വിത്ത്, അവിശ്വാസത്തിന്റെ ഒരു ചെറിയ വിത്ത്, ദൈവത്തിന്റെ കരുതലിനെ ചോദ്യം ചെയ്യുന്നതായ ഒരു ചെറിയ ചോദ്യം അവിടെ ഉള്ളത്തിലേക്ക് തന്ത്രപൂർവം പിശാച് തൊടുത്തു വിടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പിശാച് ചെയ്യുന്ന നിസ്സാരമെന്ന് തോന്നുന്നതായ ഒരു കാര്യമാണത്. ഒന്നുകിൽ നമുക്ക് കിട്ടിയിരിക്കുന്നതായ വാഗ്ദത്തങ്ങളെ കുറിച്ച്, നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഭവിക്കുന്നതായ ദൈവിക സമാധാനത്തെ കുറിച്ച്, ദൈവിക പദ്ധതികളെ കുറിച്ച്, ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നതായ വാഗ്ദത്തങ്ങളെ കുറിച്ച് ഏതെങ്കിലും രീതിയിൽ സംശയാസ്പദമായ ചിന്തകൾ, സംശയാസ്പദമായിരിക്കുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോ നാം ശ്രദ്ധിക്കണം. ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെ നാം ചോദ്യം ചെയ്യുവാനേ പാടില്ല. അത് അതുപോലെ അനുസരിക്കണം. വേദപുസ്തകത്തിനകത്ത് ദൈവം പറഞ്ഞിരിക്കുന്നതായ സ്റ്റേറ്റ്മെന്റുകൾ ഓരോന്നും ശ്രദ്ധാപൂർവമായി പഠിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകൾ അതുപോലെ നാം അനുസരിക്കുകയും ചെയ്തില്ല എങ്കിൽ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട് എന്ന് ഏദൻ തോട്ടത്തിൽ 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മെ തീർത്തും ഓർപ്പിക്കുകയാണ്. ആ ഓർമ്മയോടുകൂടെ അല്ലെങ്കിൽ ആ ഒരു പദത്തോടുകൂടെ ഞാൻ തൽക്കാലം എന്റെ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. ഏദൻ തോട്ടത്തിൽ സംഭവിച്ചതായ കാര്യങ്ങൾ നമുക്ക് വിശദമായി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ നാം വളരെ ശ്രദ്ധിക്കേണ്ടതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. തൽക്കാലം കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഇന്ന് കേൾപ്പിച്ചതായ ദൈവവചനത്തിന്റെ ഹല്ലേലൂയ മാർമികമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ കുറിക്കൊള്ളുമാറാകട്ടെ. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും